ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മൗനരാഗം അവസാനിക്കാണ്ട് നാളെയാണ് മൗനരാഗത്തിന്റെ ക്ലൈമാക്സ് എപ്പിസോഡ്. ആരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ. എന്തായാലും നമ്മുടെ കിരൺ ആണെങ്കിൽ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ്. രതീഷ് ഇത്രയും നാളും അവന്റെ പുറകെ നടന്ന് പറഞ്ഞിരുന്നെങ്കിലും അവന് സരയുവിനൊരു സംശയം തെല്ല് പോലും സംശയിക്കാതെയാണ് നടന്നിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാതും തെളിവ് സഹിതം കിട്ടുകയാണ്. ഈ പറയുന്ന പയസിനെ പിടികൂടിയിട്ട് പയസിന്റെ ഫോണിലേക്ക് സരയി വിളിക്കുമ്പോൾ അപ്പോൾ അതാണ് സംശയത്തിന് നമ്മുടെ കിരണ് ഇട കൊടുക്കുന്നത്. അതുപോലെ തന്നെ താര ഇവിടെ നിന്നും സരയുടെ അരികിൽ നിന്നും വീട്ടിൽ നിന്നും പോയി അവള് നേരെ പോകുന്നത് സായാഹ്നത്തിലേക്കാണ്. അപ്പൊ സായാഹ്നത്തിൽ എത്തുന്ന താരയാന്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് കിരണ് മനസ്സിലാവുകയാണ്. എന്തായാലും ഒട്ടും സമയം കളയാതെ താരയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്താ ആന്റി സംഭവിച്ചത്? ആന്റി എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇത്രയും സുഖ സൗകര്യങ്ങളൊക്കെ തന്നിട്ടും എന്തിനാ ആന്റി ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്, അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറ ആന്റി, സരു ഇപ്പോഴും മാറിയിട്ടില്ലേ? സരു എന്റെ കല്യാണിയെ കൊല്ലാൻ വേണ്ടി നടക്കുന്നതാണോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും ആന്റിക്ക് എന്നോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയാമായിരുന്നു, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ താരയാണെങ്കിൽ കൈ രണ്ടും കൂപ്പി പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. താൻ ചെയ്തതിനൊക്കെ തെറ്റ് മാപ്പ് പറയുന്ന രീതിയിൽ. മനസ്സിലായി ആന്റിക്ക് എന്തായാലും മകളെ തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് കല്യാണിയെ മകളെ പോലെ കാണുന്ന കല്യാണിയെയും ആന്റിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവള് പറഞ്ഞു കാണുമല്ലേ ആന്റിയോട് കൊല്ലാനായിട്ട്, അതുകൊണ്ടായിരിക്കില്ല ഈ ഒരു വിഷമം എന്നൊക്കെ പറഞ്ഞ് ഉടനടി തന്നെ അവിടെ നിന്നും പോവുകയാണ് കിരൺ നമ്മുടെ വേലുവിനെയും രതീഷിനെയും കൊണ്ട്. അപ്പൊ മനസ്സിലായി മനോഹറിനെ ജയിലിൽ നിന്നും അവൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല, അവനെ അപകടപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് അവിടേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് സരയു ആണെങ്കിൽ മനോഹറിന് വിഷമൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് മുങ്ങുകയാണ്. നേരെ അമ്മയുടെ അരികിൽ ആശുപത്രിയിൽ ചെന്നിരിക്കുകയാണ് അവൾ അറിയാത്ത പോലെ. അങ്ങനെ അവിടെ എത്തുന്ന കിരണൊക്കെ വാതിൽ തല്ലി തുറന്ന് അവിടെ എത്തുന്നു. അപ്പൊ മനോഹർ ആണെങ്കിൽ മരണവെപ്രാളം കൊണ്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ ആ വെപ്രാളത്തിന്റെ ഇടയിലും നമ്മുടെ മനോഹർ പറയുന്നത് കല്യാണിയെ സൂക്ഷിക്കണം എന്ന് തന്നെയാണ്, കല്യാണിയെ രക്ഷിക്കണം എന്നൊക്കെയാണ്. അപ്പോ വേഗം തന്നെ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. പക്ഷെ അതേ ഹോസ്പിറ്റലിൽ സരയു ഉണ്ടായിരുന്നു. സര ഇവരെ കാണുന്നുണ്ട്. സരയെ മാറി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ശാരിയുടെ അരികിൽ വന്നിട്ട് കിരൺ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നിങ്ങളാണല്ലേ അവളുടെ കുരക്കിന് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളാണല്ലേ എന്റെ കല്യാണിയെ കൊല്ലാൻ വേണ്ടി ആ പയസിന് വാതിൽ തുറന്നു കൊടുത്തത്, അത് ആ കുത്തല്ലേ നിങ്ങൾക്ക് ഏറ്റത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മകൾ ഇനിയും മാറിയില്ലേ? എന്തെല്ലാം സുഖ സൗകര്യങ്ങളിലൂടെ അവള് ജീവിച്ചതാണ്. എന്നിട്ട് അവളുടെ സ്വഭാവത്തിന്റെ ഇതിൽ നിങ്ങൾ അതപ്പതിച്ച രീതിയിലായിരുന്നു നിങ്ങളുടെ ജീവിതം. അവിടെ നിന്ന് കൈ പിടിച്ചുയർത്തിക്കൊണ്ട് വന്നത് ഞങ്ങളാണ്. ആ ഞങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു. എത്രയൊക്കെ ദ്രോഹങ്ങൾ നിങ്ങൾ ചെയ്തിട്ടും എല്ലാം മറന്ന് അവൾക്ക് അവളുടെ കുഞ്ഞിന് നിങ്ങൾക്കൊക്കെ ഞങ്ങൾ സംരക്ഷണം തന്നതല്ലേ. പിന്നെ തന്നെയല്ല അവൾക്ക് 4 ശമ്പളം പോയി 5 ശമ്പളത്തോടുകൂടിയുള്ള ജോലി തന്നെയാണ് അവൾക്ക് വാങ്ങിക്കൊടുത്തുള്ളത്. എന്നിട്ടും അവൾക്ക് അതൊന്നും തൃപ്തിയായില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെയധികം ദേഷ്യപ്പെടുകയാണ്. എന്തായാലും സര ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലില് അമ്മ കിടക്കുന്ന ആ മുറിയിൽ വെച്ചിട്ട്. അങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. സരയെ പറയുന്നുണ്ട്, അവൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. ഇനി എന്തായാലും അധികം വഹിക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ കല്യാണിയെ ഇല്ലാതാക്കണം. അവളെ ഇല്ലാതാക്കിയതിന് ശേഷം ഞാൻ ജയിലിൽ കിടന്ന എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല. എന്തോ ഒരു ഭ്രാന്ത് പിടിച്ച പോലെയാണ് നമ്മുടെ സര ഇങ്ങനെ നടക്കുന്നത് പറയുന്നതും. അപ്പോഴും നമ്മുടെ ശാരിക്കാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റില്ല, അവൾക്ക് എതിർക്കാനും പറ്റുന്നില്ല. അവൾ അവിടെ കിടന്ന് കരയുകയാണ്. സരയുവാണെങ്കിൽ നേരെ പോകുന്നത് കല്യാണിയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. അവളെ ഇല്ലാതാക്കണം, അവളെ ഇല്ലാതാക്കിയതിനു ശേഷം തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഒരു ഭ്രാന്ത് പിടിച്ച പോലെ തന്നെയാണ് സരയു അങ്ങനെ പാഞ്ഞു നടക്കുന്നത്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കിരൺ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, അവൾ എവിടെ പോയി, അവളെ ഇനി ആരെ കാണും എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംശയിക്കണം. പക്ഷെ കിരൺ എന്തോ ഒരു പൊട്ടന്റെ പോലെയാണ് ചില സമയത്ത്. പക്ഷെ ആ സമയത്ത് അപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ രതീഷ് പറയുകയാണ്, കിരൺ സാറേ ഇനിയിപ്പോ കല്യാണിയുടെ അരികിലേക്ക് പോയി കാണും, അവളവിടെ ഒറ്റയ്ക്കല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുകയാണ്. എന്തായാലും അവിടെ എത്തുന്ന സരയുവിനെ കാണുന്നത് കല്യാണിയെ ഉപദ്രവിക്കുന്ന സരയുവിനെയാണ്. കല്യാണിക്കാണെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ കുത്തൊക്കെ കിട്ടി അങ്ങനെയുള്ള ഒരു ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. എന്തായാലും അവളാണെങ്കിൽ അവളുടെ സർവ്വശക്തിയും എടുത്തിട്ടാണ് കല്യാണിയെ ഉപദ്രവിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഇവരവിടേക്ക് എത്തുന്നത്. അങ്ങനെ അവളെ പിടിച്ചു മാറ്റി അവളെ തല്ലുകയാണ് കിരൺ. ഒറ്റ അടി കൊടുത്ത് അവൾ അവിടെ വീഴുകയും ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ രതീഷും വേലുവും കൂടി അവളെ പിടിച്ചു മാറ്റുകയാണ് സരയുവിന്. കല്യാണിയാണെങ്കിൽ ശ്വാസം മുട്ടുന്നുണ്ട്, അവൾക്ക് ഇങ്ങനെ ചുമക്ക് വരികയാണ്, ഒരു വിധത്തിൽ രക്ഷപ്പെട്ട രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ചന്ദ്രസേനും നമ്മുടെ രൂപയൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ സരയുവിനെ മാറ്റി നിർത്തിയിട്ട് ഈ പറയുന്ന രൂപ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. നീ എന്താണ് ഈ ചെയ്തത്? എൻ്റെ മരുമകളെ കൊല്ലാൻ നിനക്ക് എന്താ അർഹതയാണ് ഉള്ളത്? നിനക്ക് ഒരു ഇതൂലടി. എന്നിട്ടും നിനക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇവരൊക്കെ ചെയ്തിട്ട് ഇവരെ നീ ചതിക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഈ പറയുന്ന സരയുവിനോട് ദേഷ്യപ്പെടുകയാണ് രൂപ. അപ്പൊ കിരൺ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അമ്മയ്ക്ക് അറിയോ ഇവള് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്ന്? ഇവള് കാണിച്ചു കൂട്ടിയതൊക്കെ അമ്മയ്ക്ക് അറിയോ? എന്താന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇവള് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പം ഈ പറയുന്ന നമ്മുടെ ബഗാസുരൻ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ എത്തിയത് ഇവളുടെ നിർദ്ദേശപ്രകാരമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അവള് കല്യാണിക്ക് ആ കുത്തുകൊള്ളാൻ കാരണം ഇവളാണ്. എന്നിട്ട് ഇവള് നമ്മുടെ മുന്നിലേക്ക് അഭിനയിച്ച് നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഷാരി ആന്റിക്കും അവൾക്കും ഷാരി ആന്റിയോടും പറഞ്ഞിട്ട് അവിടെയും പയസിനെ വരുത്തിയത് ഇവള് തന്നെയാണ്. പിന്നെ എല്ലാവരെയും ഇവള് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. നമ്മുടെ താരയാന്റിയോട് പറഞ്ഞിട്ട് കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോ താരയാന്റി അത് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് താരയാന്റിയെ ഇവള് വെറുത്തതും. താരയാന്റി ഇവള് ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. അതുകൊണ്ടാണ് അത് മിണ്ടാപ്രാണിയായ അത് ആരോടും ഒരു കാര്യങ്ങളും ഒരു സത്യങ്ങളും തുറന്ന് പറയാതെ അവിടെ നിന്നും താര അവിടെ നിന്നും താരയാന്റി അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്തായാലും അതെല്ലാം കേട്ട് രൂപ ആകെ തരിച്ചു നിന്ന് പോവുകയാണ്. എന്തായാലും ഇനിയൊരു ഇളവ് നമ്മുടെ സരയുവിന് കൊടുക്കുന്നില്ല കിരൺ. അവളെ അങ്ങനെ കൂട്ടിക്കെട്ടി ഇനി ഇവൾക്ക് നമ്മൾ വിധിക്കണ ശിക്ഷ തന്നെ ഇവൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ അങ്ങടെ കൊണ്ടുപോവുകയാണ് കാടിനുള്ളിലേക്ക്. അങ്ങനെ കാടിനുള്ളിൽ കൊണ്ടുപോയിട്ട് അവിടെ കെട്ടിയിടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് നിന്റെ അച്ഛന്റെ വിധി തന്നെ ഉണ്ടാവട്ടെ, അച്ഛന്റെയും പയസിനൊക്കെ കൊടുത്ത വിധി ഇത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് മൃഗങ്ങൾക്ക് കടിച്ചു കീറാൻ നീ ഇവിടെ കിടക്കടി എന്ന് പറയാം. അപ്പൊ ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, ഞാൻ മരിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ അവളായിട്ട് നീ ജീവിക്കുന്നത് എനിക്ക് സഹിക്കില്ല, നിന്നെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ടടാ എന്ന് പറയുന്നുണ്ട്. അപ്പം നിനക്ക് ഭ്രാന്താടി എന്ന് പറഞ്ഞ അവളെ രണ്ട് കവളിലും വീണ്ടും തല്ലുന്നുണ്ട് നമ്മുടെ കിരൺ. അങ്ങനെ നല്ല ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അതിനുശേഷം അവളെ ആ കാട്ടിൽ അങ്ങനെ ഉപേക്ഷിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സരയുവിന്റെ മകള് കൺമണി മോളെ അവര് കല്യാണിയുടെ മകളെ പോലെ തന്നെ ഏറ്റെടുത്ത് വളർത്തുകയാണ്. ഇനിയിപ്പോ മകള് വളർന്നു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളൊക്കെ ഒരു ആശങ്കയിലാണ്. എന്തായാലും സരുവിന്റെ സ്വഭാവം പോലെ തന്നെ ആകും എന്നുള്ളതൊക്കെയാണ് അറിയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മനോഹറിന് കിട്ടിയെങ്കിലും അവനും തലനാരിഴയ്ക്ക് അവനും കുത്തല വിഷം കഴിച്ചെങ്കിലും അവനും തലനാരിഴയ്ക്ക് അവനും രക്ഷപ്പെട്ടു പോരുകയാണ്. ഷാരിക്കുള്ള ശിക്ഷ ഷാരി എല്ലാവരും ഉപേക്ഷിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ അർഹനല്ല, നിങ്ങൾ എവിടേക്കെന്ന് വെച്ചാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഷാരി എല്ലാവരും കൈയൊഴിയുന്നുണ്ട്. ഷാരിയാണെങ്കിൽ തെണ്ടി തിരിഞ്ഞൊരു അവസ്ഥയിൽ അങ്ങനെ പോവുകയാണ്. ഇനി ഷാരിക്ക് വേറൊരു ആശ്രയമില്ല. ഈ പറയുന്ന സായാഹ്നം അങ്ങനെയുള്ളൊരു സ്ഥലം തന്നെയാണ് അവൾക്ക് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ താരയെ അവിടെ നിന്നും കൊണ്ടുവരികയും താരയെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ മൗനരാഗം അവസാനിക്കുകയാണ്. എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.